എല്ലാ കൊല്ലവും ഇത് ഭയങ്കര അനുഗ്രഹം തന്നെയാണ് ഇവിടെ ഉള്ള ആളുകൾക്കെല്ലാം. ഞാൻ അടുത്ത വീട്ടിക്കല്ല നമ്മളെ കാതറാണ് പോണേട്ടാ. ഏകദേശം എല്ലായിടത്തും കൊടുത്തു കഴിഞ്ഞില്ല. ലാസ്റ്റ് ഏരിയ ആണ്. വോൾട്ടേജ് കിട്ടിയാ അവിടെ ഉണ്ടാ ഇവിടെ എല്ലായിടത്തും വിളിച്ചു നോക്കിയാ? അല്ല രണ്ടും കൂടി മാറണ്ട. ഇത് എല്ലാ വർഷവും ഉള്ള ആളല്ലേ? എല്ലാ വർഷവും ഉള്ളതാണ്. എന്താണ് ഇപ്പൊ ഈ സ്പർശം ചാരിറ്റി ഡിസ്കോപ്പടിയാണ് നൽകുന്നത്? 500ഓളം കുടുംബങ്ങൾക്കാണ്. 500ഓളം കുടുംബങ്ങൾ നൽകുന്നത്. ഒരാഴ്ച ഇതിന് മുന്നേ ഒരു പണിയൊക്കെ തുടങ്ങിയിട്ട് ഇന്ന് രാവിലെ കുറെ ദിവസമായിട്ട് നിങ്ങൾ ഞാൻ സ്റ്റാറ്റസിലൊക്കെ കണ്ടി നിങ്ങളെ വർക്ക് കാര്യങ്ങളൊക്കെ ഇത് പാക്കിങ് കാര്യങ്ങളൊക്കെ അല്ലേ? ഏതായാലും നല്ല ഒരു ഹൈറാവട്ടെ അല്ലേ? എല്ലാവർക്കും ഒരു അനുഗ്രഹമാണ് ഈ റംസാന്റെ സമയത്ത്. ഓക്കെ എന്നാലേ ഓക്കെ. നമ്മുടെ ഷോലയിൽ കാലിന്റെ കോട്ടക്കൽ സർജിക്കൽസിന്റെ വണ്ടിയിലാണ് ഇത് സപ്ലൈ ചെയ്യുന്നത്. എല്ലാ വർഷവും അവർ തന്നെയാണ് സപ്ലൈ ചെയ്യല്. ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ സ്പെഷ്യലി വീഡിയോ തന്നെയാണ്. നമ്മളെ റംസാൻ എല്ലാം ആഗതമായിരിക്കുകയാണ്. അപ്പോ അതിന്റെ ഭാഗമായി നമുക്ക് ഇവിടെ ഒരു എല്ലാ വർഷം വരുന്നതന്നെയാണ്. പക്ഷെ ഇപ്രാവശ്യം എത്തിയിട്ടുണ്ട്. അപ്പോ സ്പർശൻ ചാരിറ്റിയിൽ നിന്നും വരുന്നതാണ്, നമ്മുടെ ഡിസ്കോപ്പടിയിൽ നിന്നും വരുന്നതാണ്. അത് വലിയൊരു കൂട്ടായ്മ തന്നെയാണ്. നമുക്ക് ഇവിടെയുള്ള ആളുകൾക്കൊന്നും ഒന്നും പറയാൻ വാക്കുകളില്ല. എല്ലാവർക്കും വലിയൊരു അനുഗ്രഹമാണ്. 500ഓളം വീടുകൾക്ക് അതെ എല്ലാ സാധനവും ഉണ്ടാവും എത്തിച്ചു. നമുക്ക് റമദാനിന് ഒരുവിധം ഇറച്ചി പച്ചക്കറി എങ്ങനെയാലും ദിവസം നമുക്ക് വാങ്ങണം. അല്ലാത്ത മുതലെല്ലാം ഉണ്ടാവും. അത് എന്തുദ്ദേശം വെച്ചാൽ അവര് തരുന്നേ അവരെ ആഗ്രഹങ്ങളൊക്കെ പഠിച്ചോ നിറവേറ്റി കൊടുക്കട്ടെ. അതായത് ഒരുപാട് ഒരുവിധ ആൾക്കാർക്കും ഭയങ്കര ഒരു കിട്ടലാണ്. എനിക്ക് സത്യം പറഞ്ഞാല് ഞാൻ എപ്പോഴും എല്ലാ വർഷം കിട്ടുമ്പോ ഞാൻ അവർക്കും വേണ്ടി തോർക്കും. ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണത്. ഒരുവിധം വീട്ടിലും അല്ലെ എല്ലാം ഒരുക്കി കൊടുക്കണല്ലേ ബുദ്ധിമുട്ടുള്ള ഒരുപാട് വീടുകളുണ്ടാവും. അവർക്കൊക്കെ ഇത് എത്ര കുറച്ചായാലും വലിയ സംഭവമാണ്. അത് പറഞ്ഞറിയിക്കാൻ കഴിയൂല. പറഞ്ഞറിയിക്കാൻ ഒരുപാട് സ്ഥലങ്ങൾ ഇത് കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. ഞാൻ അങ്ങനെ ഓരോരുത്തർ പറഞ്ഞു ഞങ്ങളെ സ്ഥലത്തൊന്നും ഇല്ലടി അങ്ങനെ പറഞ്ഞാണ്. പക്ഷെ അവരിങ്ങനെ ആലോചിക്കുമ്പോള് നമുക്ക് ഇത്രയും സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുതരാന്ന് പറയുമ്പോഴേ സാധനം എന്ന് വെച്ചാൽ ഒരു സംഖ്യ സാധനങ്ങളുണ്ട്. അപ്പൊ അതിന്റെ അവര് വിതരണക്കാരും അവരുടെ വിതരണവും അവരുടെ ത്യാഗവും കാണുമ്പോ വിഷമായി പോകും. അതെല്ലാം ഈ വീഡിയോയിൽ അടങ്ങിയിട്ടുണ്ട്. അതിന്റെ സാധനങ്ങൾ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചതുപോലെ അല്ലേ? അതിന്റെ ഫുൾ വീഡിയോ ഇതിന്റെ. അപ്പോ നമ്മളെ സ്പർശം ഡിസ്കോപ്പടി ചാരിറ്റിന്റെ എല്ലാ ഭാഗങ്ങളും ഇതിൽ അവരുടെ സംഘാടകർ കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തി അവർ വലിയൊരു സംരംഭം തന്നെയാണ് അവരത്. അതപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം മൊത്തം ആരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, അത് കാണാം. എല്ലാവർക്കും ഒരു മാർഗ്ഗം തന്നെ ആവട്ടെ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തോളെ അല്ലേ? സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ ഇതിന്റെ ഫുൾ ഭാഗങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കാൻ പോകണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് കിട്ടിയ സ്പർശം ഡിസ്കോപ്പടി ചാരിറ്റിന്റെ 2 കവറാണ്. ഒന്നിൽ അരിയാണ്. അത് മൊത്തം അരിയാണല്ലേ? 20 കിലോ 20 കിലോ തോന്നിട്ടാ 15 ആണ്. ഏതായാലും മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാ നല്ല ഹൈറാക്കട്ടെ. അടുത്ത പ്രാവശ്യം നമുക്ക് സത്യം പറഞ്ഞാല് അള്ളാഹു നമുക്ക് തരുന്നൊരു ഇതാണ് കേട്ടോ. അള്ളാഹു നമ്മള് ഓരോരുത്തരുടെ കയ്യിൽ കൊടുക്കുന്നതാണ്. ഓളി തരുന്ന സ്വതക്കായാലും ഇത് സന്തോഷത്തോടെ സ്വീകരിക്കണം എല്ലാവർക്കും. പിന്നെ ഇത് ഞങ്ങള് പൊട്ടിച്ചിട്ടില്ല കേട്ടോ. അതിപ്പോ ഇങ്ങനെ ഞങ്ങളിത് കണ്ടിട്ടില്ല. നമ്മളെ പൊന്നും കുട്ടികളൊക്കെ വീഡിയോ എടുക്കുമ്പോ പൊളിച്ചാറിനാണ് വെച്ചത്. അവരിപ്പോ എന്താണ് സെറിമോളെ വീട്ടിൽ പോയതാണ് 3 ആളും. അതെ അവിടെ സെറിമോളെ ഭർത്താവ് പോവാണ്. അപ്പൊ അങ്ങോട്ട് പോയതാണ്. അപ്പൊ ഇത് ഐറ്റംസ് റവ 1 കിലോ റവ, ഉപ്പ്, സേമി 1 പാക്കറ്റ്. എന്റെ പൊന്നെ 1 കിലോ എവരുടെ പാല് 1 കിലോനാണ്.
കടല ഒരു കടല, ഈത്തപ്പഴം, ചായപ്പൊടി. അതെ, ചായപ്പൊടി അത്യാവശ്യം 500 മേലുണ്ട്. 500 ഉണ്ടാവും അല്ലേ? ഓ, 5 കിലോ പഞ്ചസാരന്റെ പൊന്നെ 5 കിലോ എന്തായാലും ഉണ്ട്. പഞ്ചസാരന്റെ കാര്യം നോക്കണ്ട. പിന്നെ അരിപ്പൊടി അല്ലേ? 10 കിലോ അരിപ്പൊടി. 10 കിലോ അരിപ്പൊടി ഉണ്ട്. പിന്നെ പെരുന്നാക്ക് സെന്റ് കുപ്പി ഉണ്ട്. അതെ, പെരുന്നാക്ക് പള്ളിയിൽ പോകുമ്പോ ഈ അത്ര തേച്ചിങ്ങാട് പോകാനും പറഞ്ഞിട്ടുണ്ട്. ഇതിനും മേലെ എന്താ വേണ്ടി? എന്റെ ഉമ്മ ഇന്ന് ഇവിടെ ഉണ്ട്. അമ്മ ഇവിടെ തന്നെയാണ്. പക്ഷെ അമ്മ വയ്യ, തീരെ വയ്യ. ഹോസ്പിറ്റലിൽ ഇന്നലെ പോയി. എന്താന്നറിയില്ല, ഭയങ്കര ക്ഷീണം. രക്തം ടെസ്റ്റ് ചെയ്ത് എല്ലാം നോർമലാണ്. അപ്പൊ എന്റെ ഉമ്മാനെ കാണാത്തവർക്ക് വേണ്ടി ഉമ്മാനെ കാണിച്ചു തരണ്ടാ. ഉമ്മാനെ അറിയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഓൽക്കൊക്കെ കാണാൻ കഴിയട്ടെ. അപ്പൊ ഏതായാലും ആൾക്ക് തീരെ വയ്യ. ആൾക്ക് സുഖമില്ല. എന്താന്ന് വെച്ചാല് രക്തത്തിന്റെ അളവ് ഒക്കെ നോർമലാണ്, എല്ലാം റെഡിയാണ്. പക്ഷെ എന്താന്നറിയില്ല, അമ്മക്ക് ക്ഷീണം, അമ്മക്ക് നീച്ചെടുക്കാൻ പറ്റണില്ല. നാളെ മിംസിൽ കാണിച്ചാൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. തീരെ സുഖമില്ല. അപ്പൊ ഈ പൊടി നോമ്പ് 30 ദിവസം ഉണ്ടാവും ഈ പൊടി. പിന്നെ അവിടെ 5 കിലോ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എന്താണ് ഇതിപ്പോ പ്രതീക്ഷിച്ചിട്ട് നമ്മളിപ്പോ പ്രതീക്ഷിക്കൂലല്ലോ ഉണ്ടാവില്ലെന്നൊന്നും. അപ്പൊ പൊടി ഇപ്പൊ കൊടുക്കുന്നത് സാധാരണ 1 കിലോ 2 കിലോ കൊണ്ടല്ലോ. കഴിയുമ്പോ അപ്പൊ അതുണ്ട്, ഇതുണ്ട്. എങ്ങനെയാലും നോമ്പ് നെയ്യോളത്തിന് എങ്ങനെയാലും ഉണ്ടാവും. പിന്നെ പഞ്ചസാര. ഏതായാലും അൽഹംദുലില്ലാ നല്ല അടുത്ത പ്രാവശ്യം ഇതുപോലെ ഇതിലൊരു പങ്കാളിയാവാനോ കൊടുക്കാനോ നമുക്ക് സാധിക്കട്ടെ. അതെ, വാങ്ങാനുള്ള ഇത് വരാതിരിക്കട്ടെ. നമുക്ക് കൊടുക്കാനുള്ള. അതെ, പിന്നെ അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ ഐറ്റംസുകള്. അരിയും പിന്നെ നോമ്പ് പ്രത്യേകിച്ച് നമ്മള് നോമ്പിന് വല്ലാതൊന്നും അരിന്റെ ചെലവ് കുറച്ച് നോമ്പ് കഴിഞ്ഞിട്ട് പിന്നെ നോമ്പിന് ഇനിയിപ്പോ ഫുൾ അരിന്റെ ഇല്ലേക്കാരം. എന്നാലും ഇഷ്ടംപോലെ നല്ല അരിയാണ് ഇക്കാരട്ടാ. നല്ല കുറവേന് എല്ലാ കൊല്ലം ഉണ്ടാവുന്നത്. അപ്പൊ അൽഹംദുലില്ലാ എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പൊ നമുക്ക് സ്പർശം ചാരിറ്റി പ്രാർത്ഥന ഉണ്ടാവും തീർച്ചയായിട്ടും. തന്നോലൊക്കെ കാണുന്നുണ്ടാവും. പക്ഷെ അവർക്കൊക്കെ ഞങ്ങളെ പ്രാർത്ഥന ഉണ്ടാവും. അപ്പൊ സ്പർശം ചാരിറ്റി ഡിസ്കോപ്പടിയോട് നമുക്ക് ഒരുപാട് കടപ്പാടുണ്ട്. വലിയൊരു സംരംഭം തന്നെയാണ് അവർ ഒരുക്കിയിട്ടുള്ളത്. ഇത് പറയാതിരിക്കാൻ കഴിയൂല. ഡിസ്കോപ്പടി കുറുക പിയോ സ്പർശം ടേബിൾ ഞാൻ അടിച്ചാൻ വെട്ടിച്ചതാട്ടാ. അടിച്ചാൻ വെട്ടിച്ചാൽ അതിന്റെ ഇടയിൽ കൂടി എടുത്തതൊക്കെ അല്ലേ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. വിശേഷത മക്കളൊന്നും ഇവിടെ ഇല്ല. സെറിന്റെ വീട്ടിലേക്ക് പോയതാണ്. മക്കളൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി കാത്ത് അതിന്റെ അടിയിൽ കൂടി കുഞ്ഞിപ്പോ വിളിച്ചപ്പോ പോയതാണ്. 3 ആളും 4 ആളും. അപ്പൊ ഇന്നത്തെ ഷോർട്സ് കുഞ്ഞിപ്പുള്ളത് നാളെ നല്ല അടിപൊളി ഷോർട്സ് നാളെ വരാണ്ടിട്ടാ. ചിരിച്ച് ചാവുങ്ങള് എല്ലാരും കണ്ടോടെ പുതിയ അഭിനേതാവൊക്കെ ഉണ്ടായി സർപ്രൈസ്. നാളെ ഒരു പുതുമുകളുണ്ട്. അമ്മ പറ്റ ക്ഷീണിച്ചേക്കുന്നതാ. മതി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടാ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോ കാര്യങ്ങളൊക്കെ ഇന്ന് ഇത്രേ ഉള്ളൂ. നാളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. മടിക്കാതെ ഒന്ന് എഴുതാൻ പറ്റുന്നുണ്ടൊരു കമന്റ് ചെയ്തുക. ഞങ്ങളെ ഇഷ്ടപ്പെട്ടുകയെന്നുണ്ടെങ്കിൽ. ഇഷ്ടപ്പെടാത്തവര് എഴുതണ്ട. ഇഷ്ടപ്പെട്ടോല് ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ അമർത്തുന്നാലും ഞങ്ങളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ എല്ലാവർക്കും നാളെ ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.